അടുത്ത പരിപാടി ചാഞ്ചേടാ, ഇറ്റ്സ് ഫോർ യു. For me? Yeah, okay. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫെലിക്സ് ദേവസി. ചാഞ്ചേടാ, എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? ഓ, അടിപൊളി സർപ്രൈസ് ആണ് ഫെലിക്സ് ചേട്ടാ. സന്തോഷം. സ്വാഗതം സ്വാഗതം. ഫെലിക്സ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയംകാരനാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു ഗംഭീര കലാകാരനാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു ഉഗ്രൻ ഗിറ്റാറിസ്റ്റ് ആണ്. ഫെലിക്സ് ചേട്ടൻ എന്താണ്, നന്നായിട്ട് പാരഡി എഴുതും, പാരഡി പാടും, നല്ലൊരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, എല്ലാമാണ്. അപ്പം എനിക്ക് ഫെലിക്സ് ചേട്ടനായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എന്താണ്, നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 1-2 അധ്യാപകരുണ്ടാവുമല്ലോ. അതിൽ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ദേവസി സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ദേവസി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറിന് ഹ്യൂമർ, സീരിയസ് ആണെങ്കിൽ സീരിയസ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ച് അവിടെ നിൽക്കുമ്പോൾ സാറ് വന്നിട്ട് ഇങ്ങനൊരു അടിയുണ്ട്. ഇന്നും ആരെങ്കിലും ഇങ്ങനെ അടിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഫെലിക്സ് ചേട്ടൻ്റെ പപ്പായാണ്, ദേവസി സാറിനെയാണ്. അപ്പോൾ ഫെലിക്സ് ചേട്ടൻ ഇപ്പം ഫേമസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരുപാട് ഗംഭീര പാരഡികൾ നിങ്ങൾ കേട്ട് കഴിയുമ്പം അത് മനസ്സിലാവും. നമ്മൾ ഇരിക്കുന്ന പലർക്കും ഇപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായി. കുട്ടികളുടെ കാർട്ടൂൺ എന്നോട് പലരും അതിന്റെ മുന്നിലായി ഇപ്പോഴും ഷേരുവിന് ഷാജോൺ ഡബ്ബി. ഞാൻ ആർക്കാ ദിവസം പരിസരം ചെയ്ത് സൂത്രനും ഷേരു. അതിന് ഞാൻ ഡബ്ബി ചെയ്താർക്കാണ് ഷാൻചേട്ടനും കടുവയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തിട്ടില്ല. ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കും. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഫെലിക്സ് ചേട്ടനാണ് അതിന്റെ മേക്കിംഗ് കംപ്ലീറ്റ് അല്ലേ? അതിന്റെ ചെയ്തിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ലേ? ഞാൻ ഒരു ഹോട്ടലില് കുളിച്ചോണ്ടിരുന്നപ്പോ സാബു പ്ലാങ്കുള്ള സൗണ്ട്, എന്റെ കാട്ടിൽ കയറിയോടാ നീ എന്നും പറഞ്ഞു. അത് സാബു പ്ലാങ്കുള്ള എന്താ പരിപാടി? തുറന്നപ്പോ ഒരു കുറുക്കായി സിംഹത്തിനടുത്ത്. അത് മുൻപ് ഫെലിക്സ് ചേട്ടൻ ചെയ്യിപ്പിച്ചാണ്. അത് ഫെലിക്സ് ചേട്ടൻ അന്ന് കുറെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു മോനെ നീ പറഞ്ഞോടാ, നീ എങ്ങനെ വേണം പറഞ്ഞോ, ഞാനത് മേക്ക് ചെയ്തോളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നത് ഫെലിക്സ് ചേട്ടാ. അതിപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഒരു ഗംഭീര കലാകാരനാണ് ഫെലിക്സ് ചേട്ടൻ. ഫെലിക്സ് ചേട്ടൻ ഇന്ന് നമ്മുടെ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട് ഫെലിക്സ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നെന്താ ഫെലിക്സ് ചേട്ടാ പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ചൊരു പാട്ടാണ്, ചിരിയെ കുറിച്ചൊരു പാട്ടാണ്. അതുപോലെ നമ്മളുടെ നെഗറ്റിവിറ്റിയിൽ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ആ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കാണുന്ന വാർത്തകളാണ്. പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നെഞ്ചിനകത്തൊരു വേദനയാണ്. അത് മാറണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി കാണണം. അപ്പോൾ അത്തരത്തിൽ ചിരിയുടെ വഴികളും ചിരിയുടെ ആവശ്യകതയൊക്കെയുള്ള ശരിക്കും കോമഡി ഇല്ലാത്ത ഒരു സീരിയസ് പാട്ടാണ്. അതിൽ കോമഡി മാസ്റ്റേഴ്സ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരുന്നുണ്ട്. സോ നമുക്കത് പാടാം. ഓണത്തിന് ചേരുന്ന ഒരു നല്ല ട്യൂണാണ്. അൽഫോൻസിന്റെ ഒരു ട്യൂണിലാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത, അടിവാർത്ത, ഇടിവാർത്ത, ജയില് ചാടും വാർത്ത. TV കാണുമ്പോഴെല്ലാം എൻ്റെ പ്രഷർ കേറിപ്പോരും. അത് വേണ്ട, അത് മാറ്റ്, വയലൻസാണ് മോളെ. അതിനിടെ ഞാൻ കേട്ടു ചിരിയുടാരവം. കോമഡി മാസ്റ്റേഴ്സ അമൃത TVയാ കാണാം ചിരിയുടെ പൂരം. നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത, അടിവാർത്ത, ഇടിവാർത്ത, വയലൻസാണ് മോളെ. രാജാവിൻ സദസ്സിലോ വിദൂഷകനുണ്ടേ, ചിരിയിൽ പരിഹാസം അവൻ കലർത്തി. ചാക്യാരു വന്നു നിന്നാൽ എന്തൊരു കൂത്ത്, തുള്ളലുമായി നമ്പ്യാർക്കളം നിറഞ്ഞു. നാടകവേദിയിലും സിനിമയിലും ഹാസ്യകലാകാരൻ നിറഞ്ഞാടി. അതിനും പിന്നാലെ മിമിക്രി വന്നു കാണാം
ചിരിയുടെ പൂരം നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത അടിവാർത്ത ഇടിവാർത്ത വയലൻസ് ആണ് മോളെ. മിമിക്രി താരങ്ങളോ സിനിമയിലേറി, അവരിൽ ചിലരെല്ലാം തിളങ്ങി നിന്നു. മിമിക്രി എന്ന കല പലതരമായി ഉത്സവരാവുകളിൽ സ്ഥിരമായി. സോഷ്യൽ മീഡിയയിൽ തകർത്താടി ചിരിയോ പുതുപുത്തൻ വഴി തേടി. സ്റ്റാൻഡപ്പ് കോമഡിയാണതിലൊന്ന് കാണാം. ചിരിയുടെ പൂരം നേരമിരുട്ടുവോളം ഈ തല പെരുക്കും വാർത്ത അടിവാർത്ത ഇടിവാർത്ത ജയില് ചാടും വാർത്ത. TV കാണുമ്പോഴെല്ലാം എൻ്റെ പ്രഷർ കേറിപ്പോരും. അത് വേണ്ട, അത് മാറ്റ്, വയലൻസ് ആണ് മോളെ. ഉള്ളു തുറന്നെല്ലാരും ചിരിക്കാനോടിവാ. കോമഡി മാസ്റ്റേഴ്സ അമൃത TVയാ കാണാം. ചിരിയുടെ പൂരം നേരമിരുട്ടുവോളം ഈ അലമ്പ് വാർത്ത വേണ്ട, അടി വേണ്ട, ഇടി വേണ്ട, ചിരിയിലാണ് കാര്യം. താങ്ക് യു സോ മച്ച്. അടിപൊളി, അടിപൊളി.